റെഡി. റീൽ സ്റ്റാർട്ട് ചെയ്യുന്നു കണ്ടോ. കുട്ടി റീലില്ല പിണങ്ങിയിരിക്കുന്നത് കണ്ട ഇവിടെ. റീലിന് കൂട്ടിയില്ലേ? കാര്യം ഈ തേയിലത്തോട്ടത്തിൽ വരുന്നവർ ശ്രദ്ധിക്കണം. ചിലപ്പം പാമ്പുകളൊക്കെ കാണുമെന്ന് ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നുണ്ട്. കണ്ടില്ലേ ഈ തേയിലത്തോട്ടത്തിൻ്റെ ഈ ഒരു തേയിലിരിക്കുന്നതിൻ്റെ അടിഭാഗത്ത് കണ്ടില്ലേ പൊള്ളയാണ്. ചിലപ്പം ഇതിൻ്റെ ഇടയിൽ കണ്ടില്ലേ എവിടെയെങ്കിലുമൊക്കെ വല്ല പാമ്പോ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അപകടമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിച്ചോണം. അരുവി. ഇപ്പം നമ്മൾ നിൽക്കുന്നത് വാഗമണ്ണിൻ്റെ വേറൊരു ഏരിയയാണ്. വാഗമണ്ണിൽ നമ്മൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുമ്പം കുറച്ച് തേയിലത്തോട്ടവും കാര്യമൊക്കെ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു തേയിലത്തോട്ടത്തിൻ്റെ അവിടെ വണ്ടി നിർത്തി ഇറങ്ങിയിരിക്കും. ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന ജസ്റ്റ് ഒരു പാലത്തിൻ്റെ സൈഡിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇതിൻ്റെ താഴെ കൂടെ ഇങ്ങനെ എന്തുവാണ് ഒരു അരുവി കണക്ക് ഇങ്ങനെ ഒഴുകി പൊയ്ക്കൊണ്ടിരിക്കുക. നമ്മുടെ മലവെള്ളം മുകളിൽ നിന്ന് വരുന്ന മലവെള്ളം ഇങ്ങനെ ഒലിച്ച് ഇങ്ങനെ ഇതുവഴി പൊയ്ക്കൊണ്ടിരിക്കുക. ഇവിടെയാണ് ഞാൻ ഇരിക്കുന്നത്. നമ്മുടെ മെയിൻ റൂട്ടാണ്. ഇതുവഴിയാണ് വാഗമണ്ണിൽ പോകുന്നത്. അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ച് മുണ്ടക്കയത്തോട്ട് പോകുന്ന വഴിയാണിത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു തേയിലത്തോട്ടം ഈ കാഴ്ചകളൊക്കെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കാണാം. അതിന് മുമ്പ് താഴോട്ട് ഈ ഒരു സംഭവം കണ്ടില്ലേ, നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് തേയിലത്തോട്ടത്തിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് നമുക്ക് പോവാം. ഒരു പാലമാണ്. ടൈഫോഡ് എന്നാണ് ഈ ഒരു തോട്ടത്തിന് പേര് എഴുതിയിരിക്കുന്നത്. വെച്ചാൽ ടൈഫോഡ് എന്ന് പറഞ്ഞൊരു തേയില കമ്പനിയുണ്ട്. അവരുടെ തോട്ടമാണിത്. ഒന്നും പറയുന്നൊന്നുമില്ല. ജസ്റ്റ് നമുക്കൊന്ന് താഴോട്ട് പോയി നോക്കാം. ആ ഒരു നമ്മൾ നേരത്തെ ഇരുന്ന പാലമാണ് ആ കാണുന്നത്. അപ്പോൾ ആ പാലത്തിൻ്റെ താഴെ കൂടെ പോകുന്ന അരുവി കണക്ക് ആ ഒരു മലവെള്ളം ഒഴുകി പോകുന്ന ഒരു പ്ലേസാണിത്. ഞാൻ ഏതായാലും അങ്ങോട്ട് ഇറങ്ങുന്നില്ല. ഇനി വെറുതെ വെള്ളമുണ്ട്. രാവിലെ തൊട്ട് വെള്ളവും തൊഴുമ്പ് വരും. നമുക്ക് ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലോട്ട് ജസ്റ്റ് ഒന്ന് പോവാം. ഇതിൻ്റെ ജസ്റ്റ് ഗ്യാപ്പിൽ കൂടി റോഡാണ്. അതുവഴി വണ്ടിയും ബസ്സൊക്കെ പോകുന്നതാണ്. തേയിലയുടെ ഇല കണ്ട. നമ്മുടെ ഈ ഒരു ഇലയാണ് നമ്മുടെ വീട്ടിൽ പാക്കറ്റിൽ വരുന്ന തേയില. തളിരില അല്ലേ. കുറച്ചൊക്കെ കരിങ്ങും ഇതുമൊക്കെ ആയിട്ടൊക്കെ നിൽപ്പുണ്ട്. പിന്നെ അങ്ങോട്ട് മുകളിലോട്ടുണ്ട്. പിന്നെ ഈ തേയിലയുടെ ഇലയിൽ തന്നെ പല സെക്ഷൻ ഇവർ വെച്ചിട്ടുണ്ട്. ഈ ഗ്രീൻ ടീ എന്നും പറഞ്ഞ് നമ്മുടെ ഗ്രീൻ ടീ ഉണ്ടല്ലോ, ഗ്രീൻ ടീ. അപ്പം ആ വരുന്നൊരു ഭാഗത്ത് ഞാൻ കണ്ടതാണ് ഗ്രീൻ ടീ അവൈലബിൾ എന്ന് പറഞ്ഞിട്ട് ആ ഒരു തോട്ടം ഒരു സ്പെഷ്യൽ കാറ്റഗറി ചെയ്ത് അവർ തിരിച്ചു വെച്ചിരിക്കുന്നു. ഒഴുകിപ്പോകുന്നു നമ്മുടെ തേയിലത്തോട്ടം. കാറിലൊക്കെ ആൾക്കാർ പോകുന്നുണ്ട്. അടിപൊളി. ഫോർഡ് ടീ. ഇവിടെ നിന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ എൻ്റെ പൊന്നോ വലിയൊരു ഇതല്ലേ. ഇത് മൊത്തം പൊള്ളയാണല്ലേ അടിയിൽ. താഴെ കൂടെ ആ ഒരു ഇത് അരുവി ഇങ്ങനെ പോകുന്ന കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇതിലൊരു സംഭവം കൂടി കാണിച്ചു തരാം. ഈ മലവെള്ളം കണ്ടിട്ടുണ്ടോ? മലവെള്ളം ഒലിച്ചിറങ്ങുവാണ് നമ്മുടെ റോട്ടിലോട്ട്. ഇങ്ങനെ ഒലിച്ചിറങ്ങുവാണ്. കണ്ടില്ലേ? നല്ല തണുപ്പുണ്ട് കേട്ടോ ഈ ഒരു മലവെള്ളം. നല്ല അടിപൊളി തണുപ്പ്. എങ്ങനെയുണ്ട്? തണുപ്പില്ലേ? ഈ ഒരു ഡോറ് തുറന്ന് നമുക്ക് തേയിലത്തോട്ടത്തിലോട്ട് മുകളിലോട്ടുള്ള ആ തേയിലത്തോട്ടത്തിലോട്ട് പോവാം. പടവുകൾ കയറി നമ്മളങ്ങനെ വാഗമൺ തേയിലത്തോട്ടത്തിലോട്ട് പോവുകയാണ്. തേയിലത്തോട്ടത്തിൻ്റെ കാഴ്ചകൾ. ഇവിടെ അവർ റീലൊക്കെ പ്രാക്ടീസ് ചെയ്യുക. തേയിലത്തോട്ടത്തിൽ നിന്നും റീലെടുക്കുന്ന കുട്ടികൾ. പിള്ളേരൊക്കെ ഡാൻസും കളിച്ച് പോകുന്നുണ്ട്. ഇവിടെ റീല് ഷൂട്ട് ചെയ്യുക കണ്ടില്ലേ. ഇവിടെയും രണ്ടുപേരുണ്ടല്ലേ. ഒന്നുകൂടെ ഇട്. കുട്ടി റീലില്ല പിണങ്ങിയിരിക്കുന്നത് കണ്ട ഇവിടെ. റീലിന് കൂട്ടിയില്ലേ? റെഡി. റീൽ സ്റ്റാർട്ട് ചെയ്യുന്നു കണ്ടോ. അവര് റീലിന് വിളിച്ചില്ലേ മോളോ? അയ്യോ പാവം. അയ്യോ നമുക്ക് ആ തേയിലത്തോട്ടം ആ കറക്റ്റ് ആ മധ്യത്ത് പോയിട്ട് നീതോ ആ മുകളിൽ ആ വേലി കെട്ടിയതിൻ്റെ അവിടെ പോയി ഫോട്ടോ എടുക്കുക. അടിപൊളിയാണ്. കണ്ടില്ലേ? അപ്പം നമ്മൾ ഈ ഒരു വാഗമണ്ണിൻ്റെ ഭംഗി മൊത്തം ഇന്ന് ഫുള്ള് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിൽക്കുന്ന ഈ ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഭംഗി അടിപൊളിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു തേയിലത്തോട്ടം കാണുന്നത്.
മറ്റേ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു തോട്ടമൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് കിടിലം കേട്ടോ. അങ്ങ് മുകളിൽ നല്ല രീതിക്കുണ്ട്. ഇത് കിട്ടത്തില്ല എന്ന് വെച്ചാൽ അത്രയ്ക്ക് ദൂരം കിടപ്പുണ്ട്. നല്ല ഏക്കർ കണക്കിന് ഇങ്ങനെ കണ്ടില്ലേ. അപ്പം ഈ ഒരു തേയിലത്തോട്ടമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റി. നമ്മുടെ ഒരു വാഗമണ്ണിൻ്റെ ഭംഗിയും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്ന് വെച്ചാൽ ഈ ഒരു ചെറിയ ഷോർട്സും കാര്യങ്ങളും ചെറിയ വീഡിയോസ് കാണുന്നവർ ഫുൾ വീഡിയോ ചാനലിലുണ്ട്. നമ്മുടെ കൂടെ തന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. താഴോട്ട് നോക്കുമ്പോൾ തന്നെ കാണാം, കണ്ടില്ലേ, കുറേ പേരൊക്കെ ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി ഈ തേയിലത്തോട്ടത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങി പോകണം. അതോ നമ്മുടെ നായിക നിൽക്കുന്ന കണ്ടില്ലേ. അയ്യോ.